അപ്പോൾ ഇത്രയും ഡിഷ് ഓർഡർ ചെയ്തതിൽ നമുക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. ആകെ ഒരു പ്രോൺസിന് മാത്രമേ ഒരു പ്രശ്നം തോന്നിയുള്ളൂ. പാൽക്കപ്പ ഒരു മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. വെള്ളമുള്ള സമയമാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ഏരിയ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. ബോച്ചയുടെ വയനാടുള്ള 1000 ഏക്കേഴ്സിലെ ടോഡി പബ്ബിലോട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. വഴി ഒട്ടും കൺഫ്യൂസിങ് അല്ല. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ബോച്ചെ ടോഡി പബ് വയനാട് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ. ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ നമുക്ക് ടോഡി പബ്ബിലോട്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറയുമ്പം അത് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. റൂഫൊക്കെ ആണെങ്കിലും വൈക്കോലൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഈ ടോഡി പബ്ബിൽ റെസ്റ്റോറൻറ്റും ടോഡി ഷോപ്പും വേറെ വേറെ തന്നെയാണ്. ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ വാഷ്റൂം ഏരിയ. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഏരിയ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഈ റെസ്റ്റോറൻറ്റിന് അകത്ത് കൂടെ കയറിയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഏരിയയിലോട്ടാണ് വരുന്നത്. അവിടെ ചെറിയൊരു അരുവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വയനാട്ടിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെയാണ് വെള്ളം വളരെ കുറവും. വെള്ളമുള്ള സമയമാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ഏരിയ കാണാൻ വേണ്ടിയിട്ട്. ഇനി അകത്തോട്ട് വരുമ്പം കിച്ചൺ ഏരിയ ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണ് അവിടെ കുക്ക് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ ഓർഡർ വരുന്ന അനുസരിച്ചാണ് നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്ത് തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 10-20 മിനിറ്റ് എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യണം. ഈ ഒരു ഏരിയ ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓർഡർ നമ്മൾ കൊടുത്ത് ഒരു 20-30 മിനിറ്റ്സ് എന്തായാലും എടുക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഇവിടേക്ക് നിന്ന് ഈ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് നിൽക്കാം. വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായതിനെ നിങ്ങൾക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാം. ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആണെങ്കിലും ഒരു പെർട്ടിക്കുലർ തീമിലാണ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു നാച്ചുറൽ രീതിയിൽ തോന്നുന്ന രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നല്ല ചൂടാണെങ്കിലും ഇതിൻ്റെ അകത്ത് നമുക്ക് അത്ര ഒരു ചൂട് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മളിവിടുന്ന് ഓർഡർ ചെയ്തത്. ഇതെല്ലാം ഇവിടുത്തെ സ്പെഷ്യൽ ഡിഷസാണ്. അതിൽ ഇതാണ് സ്ക്വിഡ് റോസ്റ്റ്. പിന്നെ ഓർഡർ ചെയ്തത് പ്രോൺസ് റോസ്റ്റാണ്. ശരിക്കും 2 പേർക്ക് ഇത് ക്വാണ്ടിറ്റി ശരിക്കും കൂടുതൽ തന്നെയാണ്. പിന്നെ ഇവിടുത്തെ വേറൊരു സ്പെഷ്യലാണ് പാൽക്കപ്പ. 2 ഫിഷ് ഐറ്റംസ് ആയതുകൊണ്ട് നമ്മൾ ചിക്കൻ കറി ഓർഡർ ചെയ്തു. ഇത് സ്പെഷ്യൽ ഷാപ്പിലെ ചിക്കൻ കറി എന്ന് പറയുന്ന ചിക്കൻ കറിയാണ്. അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് പൊറോട്ടയും പാൽക്കപ്പയും പിന്നെ ഒരു കള്ളപ്പവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്ത ഡിഷസ്. അതിൽ ഈ അപ്പം ഒരു സ്പെഷ്യൽ അപ്പമാണ്. ഇത് കള്ളപ്പം എന്ന് പറയും. ഇതിൽ ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു അപ്പമാണിത്. അപ്പത്തിൻ്റെ കൂടെ ഒരു കോമ്പിനേഷനായിട്ട് ഫീൽ ചെയ്തത് സ്ക്വിഡും പ്രോൺസ് റോസ്റ്റും ആണ്. ഈ കള്ളപ്പവും സ്ക്വിഡ് റോസ്റ്റും നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ സ്ക്വിഡിൻ്റെ ടേസ്റ്റ് ആണെങ്കിലും നല്ല ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. നല്ലൊരു ടേസ്റ്റിലുള്ളൊരു ഡിഷ് തന്നെയായിരുന്നു. പക്ഷേ പ്രോൺസ് റോസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം വേറെ ഒന്നുമല്ല, ആ ഒരു ഫിഷിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ട്രൈ ചെയ്തത് ഇവിടുത്തെ ഷാപ്പിലെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ പൊറോട്ടയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനും ആയിരുന്നു. അതുപോലെ പാൽക്കപ്പ ഒരു മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. ആകെ പ്രോൺസ് മാത്രമാണ് നമ്മൾ കഴിക്കാത്തത്. അത് ആ ടേസ്റ്റ് ഒരു വ്യത്യാസം തോന്നിയത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇത്രയും ഡിഷ് ഓർഡർ ചെയ്തതിൽ നമുക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. ആകെ ഒരു പ്രോൺസിന് മാത്രമേ ഒരു പ്രശ്നം തോന്നിയുള്ളൂ. പിന്നെ ക്വാണ്ടിറ്റിയും അത്യാവശ്യം നല്ലോണം തന്നെ ഉണ്ടായിരുന്നു. ആ ക്വാണ്ടിറ്റിക്കുള്ള ആ ഒരു പ്രൈസ് തന്നെയാണ് ഉള്ളത്. അങ്ങനെ ഓവർ പ്രൈസ്ഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. ഇപ്പോൾ നമ്മൾ കുറച്ച് ഡിഷസ് മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഇനിയും കുറേ സ്പെഷ്യൽ ഡിഷസ് ഉണ്ട്. മറ്റൊരു ദിവസം നമുക്ക് അതുകൂടെ ട്രൈ ചെയ്യാം. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.